അപ്പോൾ ഈദ് നമസ്കാരം കഴിഞ്ഞ് എല്ലാവരും വീടുകളിലേക്ക് മടങ്ങുകയാണ്. ഇനി ബന്ധുക്കളുടെ വീടൊക്കെ സന്ദർശിക്കും. ഇപ്പോൾ പാണക്കാട് മുനവർ തങ്ങളാണ് നമ്മോടൊപ്പം ചേർന്നത്. തങ്ങളെ, എങ്ങനെയാണ് ഈദ് ആഘോഷം? പാണക്കാട് ഈദ് ആഘോഷം എന്ന പള്ളി കഴിഞ്ഞ് നമ്മുടെ അയൽവാസികളിലെ ഓരോ സുഹൃത്തുക്കളും വീട് സന്ദർശിച്ച് നമ്മുടെ നാട്ടുകാരുമായി കൂടുതൽ സൗഹൃദം പുലർത്തുകയും നാട്ടുകാരും കുടുംബക്കാരെയും ഒക്കെ കൂടുതൽ കാണാനുള്ള അവസരം കൂടിയാണ് ഈ പെരുന്നാൾ. ഇത് ചെയ്യൽ പെരുന്നാൾ ഒരുപാട് സാമൂഹ്യപരമായ പ്രാധാന്യമുണ്ട്. കാരണം ഗാസയിൽ, റഫേൽ, ഇവിടെയൊക്കെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരന്മാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ, സഹോദരിമാർ ഇവരൊക്കെ കൊല്ലപ്പെടുന്നു. ഇങ്ങനെയൊക്കെ ലോകത്ത് മ്യാൻമാറിൽ അതുപോലെ ഒരുപാട് സംഘർഷ ഭൂമികൾ ലോകത്തുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ജീവനുകൾ അറ്റുപോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു ആഘോഷം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടിയായി നാം കണക്കാക്കേണ്ടതുണ്ട്. മാത്രമല്ല നമുക്കിടയിലുള്ള സൗഹൃദങ്ങളെ ഊഷ്മളമാക്കാൻ ഈ ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ എല്ലാ മതവിശ്വാസങ്ങളും തമ്മിലുള്ള വിശ്വാസികൾ തമ്മിലുള്ള സൗഹൃദം ഊർജ്ജപ്പെടുത്താനൊക്കെ നമുക്ക് കഴിയണം. എന്താണ് തങ്ങളുടെ ഇനി ആഘോഷം? എങ്ങനെ വീടുകളൊക്കെ സന്ദർശിക്കുന്നുണ്ടോ? എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ന് നമ്മുടെ പാണക്കാടെല്ല നമ്മുടെ കുടുംബങ്ങളിലെ വീടുകൾ സന്ദർശിക്കും, അതുപോലെ നമ്മുടെ അയൽവാസികളെ വീട്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാണ്. കാരണം നാട്ടിലെ എല്ലാവരെയും നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ സുഹൃത്തുക്കൾ, സ്കൂൾ മേറ്റുകൾ, അതുപോലെ അയൽവാസികൾ ഇവരുമായി കൂടുതൽ സമയം കണ്ടെത്താനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഈ ഒരു പെരുന്നാൾ. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഒത്തൊരുമയുടെ സന്തോഷമാണ് ഈ വലിയ പെരുന്നാളൊക്കെ നൽകുന്നത്. അപ്പോൾ തങ്ങളുടെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ വാപ്പസ് ചെയ്ത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ പള്ളിയിൽ വരും. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നീട് ഇതുപോലുള്ള ഓരോ അയൽവാസികളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ വീട്ടിൽ പോയി അന്ന് ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അദ്ദേഹം കൈപിടിച്ച് കൊണ്ടുപോയി പിന്നെ കുടുംബക്കാരെ പരിചയപ്പെടുത്തും, എൻ്റെ മകനാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ചെറുപ്പത്തിലെ ആ ഒരു കുടുംബ ബന്ധം പുലർത്താൻ നമുക്ക് കഴിയണം എന്നുള്ള വലിയ പ്രോത്സാഹനം കൂടിയാണ് ആ സമയത്ത് തന്നത്. അതിനുശേഷം നമ്മൾ ഈ എല്ലാവരെയും കാണുമ്പോൾ ആ വസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ കാലഘട്ടം മാറി. എങ്കിലും ഇപ്പോഴും ആ പുതുമ, ആ ഒരു ആഘോഷത്തിൻ്റെ പുതുമ ഇപ്പോഴും പത്രം മാറ്റ തിളക്കത്തോടു കൂടി നിൽക്കുന്നുണ്ട്. അതിനുള്ള ഓർമ്മകളാണ് അത് എക്കാലവും നിലനിൽക്കണം. ഈദ് മുബാറക് തങ്ങളെ. അപ്പോൾ സ്നേഹം പങ്കുവെക്കാനുള്ള ഇനി എല്ലാ വീടുകളിലും സന്ദർശിക്കാനുള്ള ഒരുക്കത്തിലാണ് വിശ്വാസികളൊക്കെ തന്നെ. മലപ്പുറത്ത് നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.